ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കൊരു ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആദ്യം തന്നെ കുക്കിംഗ് ഐലൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് അല്ലേ, ഇതിനോട് അതായത് നമ്മുടെ ഷോ കിച്ചന്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇത് മാതാപിതാക്കളുടെ ബെഡാന്ന് തോന്നുന്നു അല്ലേ? കിങ് സൈസ് ബെഡ് കോട്ട്, അതിൽ ഫ്ലോട്ടിംഗ് ബെഡാണ് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ അല്ലേ? ഇതും ഫുൾ കിങ് സൈസ് തന്നെ. ബെഡില് സൈസിൽ വ്യത്യാസം ഇല്ല. അതേസമയം ഹെഡ് ബോർഡ് കാര്യങ്ങൾ. ഇനി നമ്മുടെ സർവീസാണ്. നമ്മൾ എവിടെയൊക്കെ നമസ്കാരം. നമ്മളെ ഇന്റീരിയറിന്റെ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഏറ്റവും എലഗന്റ് ആയിട്ടുള്ള ഇന്റീരിയർ വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട്. ഈ വീടിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വിക്ടർ സാറിൻ്റെ വീടാണ് പിറവത്ത് കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വിക്ടർ സാർ സ്ഥലത്തില്ല, പുള്ളി പ്രവാസിയാണ്. ആൾ ഉള്ള സമയത്ത് എനിക്കൊന്നും എടുക്കാനും പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്താണ് എടുക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, എൻ്റെ വീട് കണ്ടിട്ടുണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിക്ടർ സാറിൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രീമിയം എലഗൻറ്റ് ലുക്കിൽ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയറാണ്. ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പെക്ട്ര ഡെക്കോറാണ്. ആശ എൻ്റെ വീട് ചെയ്ത സ്പെക്ട്ര ഡെക്കോർ തന്നെയാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അവരെ ബന്ധപ്പെടുന്നതും പൂർണ്ണമായിട്ട് അവരെ എൻ്റെ ഇൻറ്റീരിയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കോപ്പി ബുക്ക് ശൈലി അവലംബിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഇന്ന് ആശയുണ്ട്. നമസ്കാരം. ഒരിക്കൽ കൂടി നമസ്കാരം. ഉള്ളത് പിറവം കക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിറവത്ത് നിന്ന് കോലഞ്ചേരിയൊക്കെ പോകുന്ന അമ്പലമുകളൊക്കെ പോകുന്ന റോഡിലാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. ആക്ച്വലി വിക്ടർ സാർ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല. രാവിലെ വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, അജയ് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. യെസ്, അപ്പൊ അത് മിസ്സിംഗ് ആണ്. എന്നാൽ പോലും നമുക്ക് ബാക്കി മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് ഇത് എത്ര മീൻസ്, അതായത് ഇത് എത്ര നാളുകൊണ്ട് നമ്മൾ തീർത്തു? ഇതെന്താ വെച്ചാൽ ആക്ച്വലി ഇതിന്റെ ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞ് ഒരു ലിൻഡൽ ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഒരു 3 years ബാക്ക് ആണ് സാർ നമ്മളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തത്. പിന്നെ അതെ ആ ഒരു സ്റ്റേജിൽ തന്നെ ക്ലിയർ ആയിട്ട് പ്ലാനിങ്ങും എല്ലാം കൂടി, അതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എല്ലാം പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ വലിയൊരു ഇഷ്യൂസ് ഒന്നും, ഇലക്ട്രിക്കലായാലും AC ആയാലും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മ്യൂച്വലി കൊളാബ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റി. അതായത് കൃത്യമായിട്ടുള്ള എന്താ പറയാ, അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള. ലിവിങ് ഏരിയ, അതായത് ഓപ്പൺ ആയിട്ടുള്ള ലിവിങ്ങിന് മറ്റൊരു പ്രത്യേകത, ഇത് ഡബിൾ ഹൈറ്റ് കൂടി. അതെ അതെ. അപ്പൊ നമുക്ക് മേളിൽ നിന്നാണ് ഷിയർ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ നമ്മുടെ പ്രൊജക്ട് വന്നിരുന്നല്ലേ? ഇതിന്റെ എല്ലാ ഡിസൈനിങ്ങും നമ്മളുടെ പ്രൊജക്ട് എന്ത് കാര്യമാണെങ്കിലും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. തീമാണെങ്കിലും നമ്മൾ സാർ ആദ്യം പറഞ്ഞിരുന്നു, നമുക്ക് ഓവർ ആയിട്ടുള്ള ഇന്റീരിയർ കുറെ വലിച്ചു വാരി വേണ്ട, വളരെ മിനിമലിസ്റ്റിക് ആവണം. കളർ പാലറ്റിംഗ് ആണെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പാലറ്റിംഗ് വേണം എടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡിസൈൻ ടീമുമായിട്ടും സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ത്രൂ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കൊരു ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു എനിക്ക് തോന്നുന്ന കസിൻ തന്നെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. സോ ആള് ആദ്യം തൊട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ നിങ്ങളുടെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നത്, അതുകൊണ്ട് ഞാൻ വേണമായിരുന്നു എന്നാണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ അത് പോട്ടെ. ഒരു വൈറ്റ് ബ്ലാക്ക് ഗ്രേ അതിന്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ തന്നെ ആണെങ്കിലും ആ ഒരു സോഫാസ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ബേജ് കളർ, പല ടിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നാൽ പാലറ്റിങ് മിസ് ആവാത്ത രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ പാർട്ടീഷൻ ആണെങ്കിലും സാർ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഫുൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ, സീംലെസ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് മറ്റേ സീ ആയിരിക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലോസിംഗ് ലെവൽ വരാത്ത രീതിയിലുള്ള ഒരു പാർട്ടീഷൻ കൊടുക്കണം ചെയ്തിരിക്കുന്നു. അതെ. പിന്നെ മാക്സിമം ഇവിടെ പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൺജസ്റ്റഡ് ഫീൽ എങ്ങും തോന്നാൻ പാടില്ല. ഇതെല്ലാം മറൈൻ പ്ലൈ വന്നിരിക്കുന്നത്. അതെ അതെ. ഫുൾ മറൈൻ പ്ലൈ. നമ്മളെന്താ വെച്ചാൽ പാർട്ടീഷൻ ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ സ്ട്രെങ്തിന് വേണ്ടി മറൈൻ പ്ലൈ, പിന്നെ ഔട്ട് സൈഡിൽ ഫിനിഷിങ് മൾട്ടിവുഡും കൂടി കൊടുക്കും. അങ്ങനെ മിക്സ് ചെയ്യും. പിന്നെ ആർച്ച് പാനലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൾട്ടിവുഡ് ചെതലൊക്കെ ഇഷ്യൂസ് വരാൻ ചാൻസ് അല്ലേ? അപ്പൊ നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് മെറ്റീരിയൽ എടുക്കുന്നത്. സ്ട്രെങ്ത് വേണ്ടടുത്ത് എന്തായാലും മറൈൻ പ്ലൈ. ഇതിനകത്ത് പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കോറിഡോർ, ആക്ച്വലി ഒരു കോറിഡോർ പോലെ ലുക്ക് ലൈക്ക് കോറിഡോർ ആണ്.
അതിന്റെ പ്രധാനപ്പെട്ട സാധനം ഇതിന്റെ ഇവര് ഫ്ലോർ ചെയ്തിരിക്കുന്ന 8x4 സിംബോളോടെ ഞാൻ ചവിട്ടിയപ്പോഴേ ചോദിച്ചു സിംബോളോടെ ടൈലറാണ്. ഒരു സാധനത്തിന് ഒരു മാർക്കിംഗ് ഉണ്ട്, സിംബോളോ അത് വിട്ട് കളിക്കത്തില്ല. അപ്പൊ അത് തന്നെയാണ് മുകളിൽ നിങ്ങൾ അങ്ങനെ ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. ലൂവേഴ്സ് ആണ് കംപ്ലീറ്റ് റാഫ്റ്റർ നമ്മൾ തന്നെ മേക്ക് ചെയ്ത്, ഇതിന്റെ കറക്റ്റ് റെഡിമെയ്ഡ് കിട്ടില്ലല്ലോ. അപ്പൊ എക്സാക്ട്ലി നമ്മൾ ഫാക്ടറിയിൽ മേക്ക് ചെയ്തിട്ട് ചെയ്തെടുത്തതാണ്. ഇവിടെ ട്രാപ്പ് ഡോർസ് പോകുന്നുണ്ട്, AC-യുടെ ഡക്റ്റും കാര്യങ്ങളൊക്കെ മെഷീൻസ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ അതെല്ലാം ഇതിനകത്തൂടെ പോകുന്നുണ്ടല്ലേ? അതെ അതെ. അതായത് വെൽ പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു വിക്ടർ സാർ അതിനെ ഇത് ചെയ്തത്. നമ്മളത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനും പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്നത് എലഗൻറ്റ് ആൻഡ് എന്താ പറയുക, ഞാൻ ആശയുടെ അടുത്ത് പലപ്പോഴും ആശ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഐലൻഡ് കിച്ചൺ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് കയറാം. ഇതാണ് കിച്ചൺ ആദ്യം തന്നെ കുക്കിംഗ് ഐലൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് അല്ലേ? ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബോഷിന്റെ ഇൻഡക്ഷൻ. അവർ സ്ഥലത്തില്ല, വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു ഷോ കിച്ചൺ ആയിട്ട് നിർത്തിയിട്ട് വേറെ കിച്ചൺ ഉണ്ട്. അത് അവിടെ എല്ലാ ഡീറ്റെയിലും ബിൽറ്റ് ആണ് സെക്കൻഡ് കിച്ചണിൽ. ഇതിന്റെ കിച്ചണിന്റെ സെപ്പറേറ്റ്, ഈ കിച്ചണിൽ ഒരുപാട് ആക്സസറീസ് ഉണ്ട്, അത് ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ബാക്കിൽ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കൊന്ന് പറഞ്ഞു പോകണം ആശ, എന്തൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാട്ടെ. ഇപ്പൊ ഇതിലിപ്പോ നമ്മളിപ്പോ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി ആവശ്യമുള്ള എല്ലാ കട്ട്ലറി, അതുപോലെ തന്നെ അടിയിലൊരു പ്ലെയിൻ ബാസ്ക്കറ്റ്, പിന്നെ ഒരു പ്ലേറ്റ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ എല്ലാത്തിന്റെയും ഒരു സ്റ്റോറേജ് ആവശ്യമുള്ളത് വെക്കാനുള്ളതും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്ക്, ഇവിടെ സിംഗിൾ ബൗൾ സിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് ഒരു ഷോ കിച്ചൺ കൂടിയാണല്ലോ. അതിന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഒരു പുൾ ഔട്ട്, ഓയിൽ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റോറേജ് ആയിട്ടാണ് ഡിവിഷൻ ഒക്കെ കൊടുത്ത് സ്റ്റോറേജ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇവിടെ മുകളിലും കാര്യങ്ങളൊക്കെ അത് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേ പോലെ ഇതൊരു ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ്, അലൂമിനിയം ഫ്രെയിം വിത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തു. പിന്നെ ഇൻസൈഡ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇപ്പോ ഈ ഗ്ലാസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിസിബിലിറ്റി ഒത്തിരി വേണ്ട എന്നാ കാണാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സെയിം സംഭവം തന്നെയാണ് ഈ ഒരു ഭാഗത്തും ചെയ്തിട്ടുണ്ട്. എല്ലാം ഉള്ളിലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, കാരണം മൊത്തത്തിലുള്ള കിച്ചനെ ഒരു എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഗ്ലാസ് ഡോസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇത് ഓവൻ യൂണിറ്റ്സ് ആണ്. അതിന്റെ മുകളിലുള്ള ഏരിയ നമ്മൾ സ്റ്റോറേജ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആ ഒരു സ്പേസ്. പിന്നെ ഇത് മുകളിൽ നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, ഉണ്ട് ലോഫ്റ്റ് ആയിട്ട് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മളുടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, ഇവിടെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഡബിൾ ഡോർ തന്നെ ആ സ്പേസ് നമ്മൾ ഇവിടെ അതെ. അപ്പൊ അതും ഓക്കെ ആണ് ഇവിടെ സ്പേസില്. ഇത് നമ്മുടെ ഒരു ഷോ കിച്ചൺ എന്നുള്ള രീതി, ആക്ച്വലി വർക്കിംഗ് കിച്ചൺ. നമുക്ക് അങ്ങോട്ട് കയറാം. ഇതാണ് ആക്ച്വലി നമ്മൾക്ക് വർക്ക് ചെയ്ത കിച്ചൺ. ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആക്സറീസ് കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഹെഡ് കിച്ചന്റെ ആണ്. ഇപ്പൊ ഇവിടെ നമ്മളുടെ ഫുഡ് ആൻഡ് ഹോം വരുന്നുണ്ട്, അതും ബോഷിന്റെ ആണ്. അതെ, അപ്പൊ അതേപോലെ തന്നെ അതിന്റെ അടിയിൽ സെയിം നമ്മൾ അവിടെ കാണിച്ച പോലെ തന്നെ കട്ട്ലറി ഉണ്ട്. അതേപോലെ നമ്മളുടെ പ്ലെയിൻ ബാസ്ക്കറ്റ്, ഇതെല്ലാം ടാൻഡം ആണ്. ടാൻഡം പ്രീമിയം കാറ്റഗറിയിലുള്ള ടാൻഡാണ്. പ്ലേറ്റ് തൊട്ടപ്പുറത്ത് തന്നെ പുൾ ഔട്ട് ഉണ്ട്. അത് പുൾ ഔട്ട് അത്യാവശ്യം വലുതാണ്, വലിയ പുൾ ഔട്ട്സ് ആണ്. പിന്നെ ഇപ്പുറത്ത് സ്റ്റോറേജ് സ്പേസ് അല്ല, കോർണർ നമ്മളുടെ മാജിക് കോർണേഴ്സ് കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. എനിക്ക് തോന്നുന്നു ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ വരിക. അതായത് ഇവിടെ നമുക്ക് എന്താ പറയാ, ടോൾ യൂണിറ്റ് വിത്ത് ആക്സസറീസ് സഹിതം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മോബ് സ്റ്റോറേജ് എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് മോബ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ റോളിംഗ് ഷട്ടർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇത് മിക്സി ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പ് ചെയ്ത് വെച്ചിട്ട് അവിടെ യൂസ് ചെയ്തിട്ട് എടുത്ത് വെക്കാനുള്ള സംവിധാനം അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്സസറീസ് അടക്കമുള്ള ഒരു എല്ലാ ഇതും വർക്കിംഗ് കിച്ചൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വൈറ്റ് തന്നെയാണ്. ബൈഫോൾഡ് ആക്സസറീസ് നമ്മുടെ GTPT നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബൈഫോൾഡ് ആക്സസറീസിന്റെ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വാഷ് ചെയ്യാം, നേരെ എടുത്ത് വെക്കാനും കാര്യങ്ങൾക്കും എല്ലാം ചെയ്യാൻ പറ്റും. പിയാനോ സിങ്ക് ആണ് വന്നിരിക്കുന്നത്. ഫുൾ പിയാനോ സിങ്ക് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നമുക്കൊരു വീട്ടിലേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി എന്തൊക്കെ ആക്സസറീസ് ചെയ്യാം, ആ ആക്സസറീസ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ എന്നുള്ളൊരു സാധനം പിടിക്കാം. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിനോട്, അതായത് നമ്മുടെ ഷോ കിച്ചന്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ.
ഡൈനിങ് ടേബിൾ എനിക്ക് തോന്നുന്നു ഒരു 8 സീറ്റർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണോ? ഇത് ആക്ച്വലി ക്ലയന്റ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഡിസൈൻ മാത്രം നമ്മൾ കൊടുത്താണ്. ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്നാണല്ലേ ഇത്? അതെ അതെ. ഇവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് അതിനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ഇതിന്റെ ഓപ്പണിംഗ് എനിക്ക് ഒരു ഈവനിങ്ങിലൊക്കെ ഫാമിലി ടൈം അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു പാറ്റിയോ പോലെയൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു മറ്റേ ഫൗണ്ടനും ഒക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഫൗണ്ടൻ കൊടുത്തോണ്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടെ ഇപ്പോ കുറച്ച് ഗസ്റ്റ് കൂടുതൽ വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കാനും അപ്പോൾ എല്ലാവരുമായിട്ടുള്ള ഒരു കണക്ഷൻ മെയിൻലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? കിങ് സൈസ് ബെഡ് കോട്ട്, അതിൽ ഫ്ലോട്ടിംഗ് ബെഡാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇതാകുമ്പോൾ ഗുണം വെച്ചാൽ താഴെ നിന്നൊക്കെ നമുക്ക് ഒരു തൂത്തിറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാം പറ്റും. പിന്നെ ആ ഒരു ലൈറ്റിങ്ങും ആ ഒരു ആംബിയൻസ് എക്സാക്ട്ലി ഒരു പ്രീമിയം ആംബിയൻസ് കിട്ടണം എന്നുള്ളത് സാറിന് നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആസ്പെക്ട്സിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ കളർ ഇപ്പോൾ കണ്ടു അജയ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒട്ടും അങ്ങനെ ഒരു വാവ് ലെവലിലുള്ള കളേഴ്സ് അല്ല, വളരെ ക്ലാസിക് ലെവലിലാണ് കളർ പാലറ്റിങ് എല്ലാം പോയിരിക്കണം. അപ്പോൾ അത് ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഈവൻ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, അവിടെ വെക്കുന്ന എന്ത് കാര്യത്തിലായാലും നമ്മൾ പറയുന്ന അതേ തീം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രീമിയം ഒരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഹെഡ് ബോർഡ് ഇത് മറൈൻ പ്ലൈവുഡിൽ ചെയ്തിരിക്കും അല്ലേ? ലാമിനേറ്റ് ചെയ്ത്. കാരണം ഹെഡ് ബോർഡ് ഒക്കെ മറൈൻ പ്ലൈയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹാങ് ചെയ്തത് മൈറ്ററിൽ ഹാങ് ചെയ്യണം. അപ്പൊ അത് ഹാങ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഹെഡ് ബോർഡ് ഒക്കെ നമ്മൾ മറൈൻ പ്ലൈയിൽ തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ആ ഒരു ജനാല അടക്കമുള്ള താഴെ വരുമ്പോൾ സൈഡ് ടേബിൾസ്. ഇത് മറൈൻ പ്ലൈവുഡ് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബേ വിൻഡോ കൺസ്ട്രക്ഷൻ ഇല്ലായിരുന്നു, അതേസമയം നമ്മളത് കൺസ്ട്രക്ഷനിലുണ്ട് ഫുള്ള്. പക്ഷെ പാനൽ ചെയ്ത് അതില് കുഷ്യൻ കൊടുത്ത് ആ ഒരു രീതിയിൽ നമുക്ക് ഒരു റിലാക്സിങ് പൊസിഷനൊക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് വാർഡ്രോബ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആക്സറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അലൂമിനിയം ഫ്രെയിം ആണ്, ഗ്ലാസ് ഷട്ടേഴ്സ് ആണ്. ഇതിലിപ്പോ ഇത് കണ്ടു നമുക്ക് ആവശ്യമുള്ള അത് ചെയ്യാൻ ആ ഒരു ആക്സറീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതെ, അപ്പോ ഈ ഒരു ആക്സറീസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓർണമെന്റൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പോകാം. അപ്പൊ ഏതൊക്കെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ടാണ് അതിന് റേറ്റിലും അതല്ലേ വ്യത്യാസം വരിക. ഇതും പറയുമ്പോൾ തന്നെയല്ലേ ഒരു വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആവുന്നത്. ഇതാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് അല്ലേ? അതെ, ഇതാണ് ഡ്രസ്സിംഗ് യൂണിറ്റ്. ഡ്രസ്സിംഗ് യൂണിറ്റിൽ അത്യാവശ്യം നല്ലൊരു വലിയ മിററും സ്റ്റോറേജും പിന്നെ ഒരു ഓപ്പൺ സ്റ്റോറേജും കൂടി വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വാക്കിംഗ് വാർഡ്രോബ് അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. വാക്കിംഗ് ഡ്രസ്സിംഗ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. രസകരമായ സംഭവം ഇത് DV ബോക്സ് അല്ലേ? നമ്മളൊരു ഒരു മറ്റേ പിക്ചറൈസേഷൻ ആക്കി മാറ്റി അതിനെ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. അതെ, ഇവിടെ എല്ലായിടത്തും ഫോൾ സീലിംഗ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത അജയ് ശ്രദ്ധിച്ചു, ഓവറായിട്ടുള്ള ഒരു ഡിസൈൻസോ കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തും പ്ലെയിൻ ലെവലിലുള്ള ഒരു മാക്സിമം ഹൈറ്റ് കുറയാത്ത രീതിയിൽ ആണ് നമ്മള് സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ്സ് ആണെങ്കിലും ആവശ്യത്തിനുള്ള ലൈറ്റ്സ് കൊടുത്തു. പിന്നെ കൂടുതലും ഡിസൈൻ എലമെന്റ്സ് കൂടുതലും ചെയ്തിരിക്കുന്നത് ലൈറ്റിലെ പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ടടുത്ത് കൊടുക്കുക. അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓവറായിട്ടുള്ള ഒരു ഡിസൈൻസ് ആയിക്കോട്ടെ ഒരു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഇത് മാതാപിതാക്കളുടെ ബെഡാന്ന് തോന്നുന്നു അല്ലേ? സിംഗിൾ ബെഡ് കോട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇടാൻ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ട് സൈഡ് ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല സ്പേസ് ഇൻ ബിറ്റ്വീൻ കിട്ടുമല്ലോ. പിന്നെ ഇവിടെ ബ്ലാക്ക് ഔട്ടോട് കൂടിയിട്ടുള്ള കട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് എടുത്തിട്ടുള്ളത്. അതെ, അപ്പോൾ മൊത്തത്തിൽ തീം ആ ഒരു രീതിയിലേക്ക് ആക്കി. ഇപ്പൊ പെയിന്റ് ടെക്സ്ചർ ആണെങ്കിലും അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ. പിന്നെ അതേപോലെ കളറ് വാർഡ്രോബിന്റെ കളേഴ്സ് കോമ്പിനേഷൻ കൊടുക്കുന്നതും ആ ഒരു ഷെയ്ഡിൽ തന്നെ. അപ്പോൾസറി ആണെങ്കിലും അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ TV കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം അവർക്ക് വെളിയിലോട്ട് പോയി കാണാതെ അല്ലാതെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെയാണ് ഇവിടെ ഡ്രസ്സിംഗ്. നമ്മൾ അപ്പറേ പറഞ്ഞ പോലെ ഡ്രസ്സിംഗും സെയിം എക്സാക്ട്ലി എല്ലാ റൂമും മോഡൽസ് ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ. കളറിന്റെ മാത്രമേ ഉള്ളൂ വേരിയേഷൻസ്. ബാക്കിയൊക്കെ സ്റ്റോറേജ് ആണെങ്കിലും എല്ലാ റൂമിലും ഒരുപോലെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മുകളിലാണ് അവര് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതായത് ഫുൾ ഏരിയ TV യൂണിറ്റ് ആയിട്ട് ഇത് ചെയ്തിരിക്കുകയായിരുന്നു. ഇത് കൊള്ളാലോ. ഇത് ഫുൾ ആ യൂണിറ്റ് ഫുള്ള് മറൈൻ ചെയ്തിരിക്കുന്നു ഞാൻ വിചാരിക്കട്ടെ. അതെ, ഇതില് എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ഡിസൈനാണ് കുറച്ചും കൂടി ഇത് കൊടുക്കേണ്ടത്. അപ്പൊ അത് ആ ഒരു രീതിയിൽ കൊടുത്തു.
ദെൻ അതിന്റെ സ്റ്റോറേജ് അടിയിൽ കൊടുത്തു. പിന്നെ ചെറിയൊരു ഇപ്പുറത്തെ ഒരു GIയുടെ ഒരു ഇത് വർക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? 128 GB. അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ ഈ സൈസിനനുസരിച്ചുള്ള TV ആണ്. എനിക്കൊന്ന് 128 GB എടുക്കുന്നതിന്റെ റീസൺ ആണെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഡിസൈനിലുണ്ടായിരുന്നല്ലേ? അതെ, എല്ലാ ഡിസൈനിലുള്ള ഒരു എന്താ പറയുന്ന ഒരു വിഞ്ചസ്റ്റർ മോഡൽ സാധനം കൊടുത്തിരിക്കുന്ന വിത്ത് റഗ്. താഴെ പോലെ ഇവിടെ നമുക്കൊരു എന്താ പറയാ ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വർക്കിംഗ് യൂണിറ്റ്. ഇപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ബുക്ക് ഷെൽഫ്, ലൈബ്രറി പോലത്തെ ഒരു റീഡിംഗ് കോർണർ പോലെ അല്ലേ? ഇതും GI പ്ലസ് മറൈൻ പ്ലൈവുഡ് എന്നുള്ള കോമ്പിനേഷൻ. വൈറ്റ് ഗ്രേ, ഡാർക്ക് ഗ്രേ സീരീസ്. അടിയിൽ സ്റ്റോറേജും കൊടുത്തു. അടിയിൽ സ്റ്റോറേജസ് ഉണ്ട്. മുകളിലും 2 ബെഡ്റൂമാണ്. ഒന്നാമത്തെ ബെഡ് ഇവിടെയാണ്. ഇത് മുകളിലത്തെ അല്ലേ? ഇതും ഫുൾ കിങ് സൈസ് തന്നെ. അതെ, കിങ് സൈസ് ആണ്. അതിൽ അതേപോലെ തന്നെ ബാക്കി എല്ലായിടത്തും പോലെ തന്നെ നമ്മൾ മെറൈൻ പ്ലൈയിൽ തന്നെയാണ് നമ്മളുടെ ബെഡ് കോട്ട്, ഹെഡ് ബോർഡ്, അപ്പോൾസറി, ബാക്ക് ബോർഡിൽ നമ്മൾ ടെക്സ്ചറും പാനലിങ്ങും മിക്സ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് സിമ്പിൾ. മറ്റേ സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ് വിത്ത് ഇത് ചെയ്തേക്കുന്നു. വാർഡ്രോബ്സ് ആസ് യൂഷ്വൽ എല്ലായിടത്തും പോലെ തന്നെ വാർഡ്രോബ് ഫുൾ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വിസിബിലിറ്റിക്ക് ഒരു ഓപ്പൺ സ്റ്റോറേജും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു ഫുൾ ലോഫ്റ്റ് വേണം. കാരണം എന്താ വെച്ചാൽ ബ്രീഫ് കേസും ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ വെക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. സെയിം പോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും ഫുൾ മിററും എല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്ത അതായത് 4th ബെഡ് അല്ലേ? ഇതും നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ ഓരോന്നിന്റെയും ബെഡില് സൈസിൽ വ്യത്യാസം ഇല്ല. അതേസമയം ഹെഡ് ബോർഡ് കാര്യങ്ങൾ, പിന്നെ ബാക്ക് ബോർഡിലുള്ള ഹൈലൈറ്റിങ്, അങ്ങനത്തെ ഇതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ചെയ്തിട്ടുള്ളൂ. ശരി. ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈറ്റും പിന്നെ ഒരു എന്താ ബേജ് കളറും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ കൊടുത്തു. പിന്നെ ബാക്കിയെല്ലാം നമ്മളുടെ എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ അതിന്റെ അടിയിലുള്ള ഒരു ഡ്രോവർ സ്പേസും അത് സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് സെയിം പോലെ തന്നെയുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ്. സീലിംഗ് സിമ്പിൾ ഡിസൈൻ. സീലിംഗ് എല്ലായിടത്തും ഉണ്ട്. അതേസമയം അകത്തോട്ട് കോവ് കൊടുത്താണ് നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിക്ടർ സാറ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പുള്ളി അതനുസരിച്ചിട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ആളെല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് പോയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. ആശാജി, നമ്മൾ ഇതിന്റെ വീടിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ സർവീസാണ്. നമ്മൾ എവിടെയൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്പെക്ട്രോഡെക്കർ ഉള്ളത് തൃശ്ശൂർ മുണ്ടൂരാണ്. ഓൺ ഫാക്ടറി മൂവ് ചെയ്യുന്നത് അവിടെയാണ്. ഓൺ ഫാക്ടറിയിൽ നിന്നാണ് എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എനിക്കറിയുന്നതുകൊണ്ട് എൻ്റെ വീട് ചെയ്തുകൊണ്ടാണ് അതിനത്ര കൃത്യമായിട്ട് പറയുന്നത്. നമ്മുടെ വീട് മാത്രമല്ല, ഇപ്പോൾ സംപ്രീതം നമ്മൾ ചെയ്തു തീർത്തിരുന്നു. അപ്പോൾ മറൈൻ പ്ലൈവുഡിലാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വർക്ക്. ആക്സസറീസ് ഏത് ബ്രാൻഡും നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെയല്ല, നമ്മൾ ആക്സറീസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹെറ്റിച്ച് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാരണങ്ങളുണ്ട്. ഹെറ്റിച്ച് നമ്മൾ ഡയറക്റ്റ് OEM ആണ്. സോ നമുക്ക് അവരുടെ OEM ആയതുകൊണ്ട് തന്നെ സർവീസ് പെട്ടെന്ന് കിട്ടും. സോ നമുക്ക് ഒരു ക്ലയൻസിന് കൊടുക്കുമ്പോൾ സർവീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ റിസ്റ്റ് വന്നാലോ റീപ്ലേസ്മെന്റ് ഇമ്മീഡിയറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ ഒരു അഷുറൻസ് ഉണ്ട്. പിന്നെ അവൈലബിലിറ്റിയും ഭയങ്കര ഈസിയാണ്. ഞങ്ങൾ OEM ആയതുകൊണ്ട് തന്നെ ബൾക്ക് പർച്ചേസ് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റോക്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടി നമുക്കുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കോമ്പിനേഷൻ ടൈപ്പാ. മറൈൻ പ്ലൈ, WPC, PVC കോമ്പിനേഷനാണ്. ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പോ നനവ് തട്ടുന്ന ഏരിയയിൽ WPC പോവുള്ളൂ. പിന്നെ പാനലിംഗ് ഏരിയ ഡിപ്പെൻസ്. സ്ട്രെങ്ത് വേണ്ടടുത്ത് മറൈൻ പ്ലൈ, അല്ലാത്ത ഏരിയയിലൊക്കെ മൾട്ടിവുഡും ആണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അങ്ങനെ ഡിപ്പെൻസ്. അപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ 304 ഹിഞ്ചസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സ്പെസിഫിക്കലി നമ്മളിപ്പോ മൊത്തം WPC തന്നെ പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് ബെഡ് കോട്ട് അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് വരും. അത് ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്ട്രെങ്തൻ വേണ്ട ഏരിയയിൽ നമ്മൾ അങ്ങനെ ഡിപ്പെൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എവിടെയൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്? വർക്ക് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പാൻ ഇന്ത്യൻ ആയി ഇപ്പൊ എല്ലാം പാൻ ഇന്ത്യൻ ആണല്ലോ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനുള്ളിൽ മാത്രമല്ല, ഇപ്പൊ കേരളത്തിലെ തെക്കേ അറ്റത്തോട് വടക്കേ അറ്റത്തുള്ളതിന് പ്രസക്തി കഴിഞ്ഞു. നമുക്ക് ഇന്ത്യയിൽ എവിടെയും, അതായത് ഇപ്പോൾ ബാംഗ്ലൂർ ആയിക്കോട്ടെ, ചെന്നൈയും ബാംഗ്ലൂരിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് എൻക്വയറീസ് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എവിടെയും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് സാധിക്കും. പിന്നെ കോയമ്പത്തൂർ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് വെച്ചിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. ഈ മെയ് മാസം ആകുമ്പോൾ 3 കൊല്ലം കഴിയും. ഞാനൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും പലരും പറയുന്നത് ഇതൊരു
സീരിയസ്ലി ഇതൊരു പ്രൊമോഷനാണ്. ആക്ച്വലി അത് ഒരാളെ കുറിച്ച് നമ്മൾ അയാളെ കൊള്ളാൻ കേട്ടോ എന്ന് പറയുന്നത് സീരിയസ്ലി അതൊരു പ്രൊമോഷനാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പാർട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് എപ്പോഴും സ്പെക്ട്ര വർക്കർ നിങ്ങൾക്ക് സർവീസ് ചെയ്യാനായിട്ട് ബെസ്റ്റായിട്ട് മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒറ്റ പ്രാവശ്യമെങ്കിലും സ്പെക്ട്ര അവരുടെ ഫാക്ടറിയിൽ വന്ന് നേരിട്ട് കാണുക. അതെ, തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ക്ലയൻസിനോടും പറയുന്നതാണ്, ജസ്റ്റ് കണ്ടറിഞ്ഞിട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടോ മാത്രം നമ്മളിലേക്ക് വർക്ക് ഏൽപ്പിക്കേണ്ട. ധൈര്യമായിട്ട് ഫാക്ടറിയിലേക്ക് വരിക, നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയുക, സർവീസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക, നമ്മളുടെ സൈറ്റുകൾ കാണാം. എല്ലാം നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം 100% 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വർക്ക് നമ്മളെ ഏൽപ്പിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നേരിട്ട് ചെന്ന് കണ്ട് പ്രൊഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോ മറക്കരുത്. നമ്മുടെ കിച്ചൺ ആക്സസറീസ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഏതൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാതെ ഇരിക്കാം. പക്ഷേ അതൊരു എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് പ്രയോജനപ്രദമായിരിക്കും. നല്ലൊരു ബെസ്റ്റ് വീഡിയോ ആയിരിക്കും. സോ അതുകൂടെ ഒന്ന് കാണുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമേ. അതായിരിക്കും ഞങ്ങൾ സൈനിങ് ഓഫ് ഡോക്ടർ ഇന്റീരിയർ.